ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഞാനിപ്പോൾ ഇരിക്കണതേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഒരാളെ കാത്തിരിക്കുകയാണേ. പാലരുവി എക്സ്പ്രസ്സിൽ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാലേ കാണാത്തൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ. അതിന് മുമ്പൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പറയും, കുറേ ബസ്സൊക്കെ കൂട്ടി ഘടിപ്പിച്ചിട്ടുള്ള പോലെ വലിയൊരു വണ്ടിയാണ്. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ കുറച്ച് ദൂരം, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം വിട്ടിട്ട് ഒരു കടയുണ്ടായിരുന്നു, കൃഷ്ണേട്ടൻ്റെ കട എന്ന്. ആ കൃഷ്ണേട്ടൻ്റെ കടയുടെ അത്രയും വലിപ്പമുള്ള, ഇവിടുന്ന് കൃഷ്ണേട്ടൻ്റെ കടയുടെ അത്രയും ദൂരമുള്ള ഒരു വണ്ടിയാണത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നൊക്കെ തീവണ്ടിയൊക്കെ കാണാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊരു വണ്ടിയാണിതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാണാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്ററിനപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് അറിയാത്ത, ആ ലോകത്തിന് അനന്തമായ വിസ്തൃതി ഉണ്ടെന്നറിയാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. എവിടെ ആളെ കാണാനില്ലല്ലോ. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടെന്ന് കാണാനല്ലേ. കുറേ കൂടി അപ്പുറത്താണെന്നാണ് തോന്നുന്നത്. പോയി നോക്കാം. അതുപോലെ ചേട്ടനും ചേച്ചിയൊക്കെ ട്രെയിൻ കാണിച്ചത് എനിക്ക് എപ്പോഴും അറിയും, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതിൻ്റെ നീളം കൃഷ്ണേട്ടൻ്റെ കട വരെ ഒന്നല്ല കേട്ടോ, അതിനേക്കാളുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നി. അന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ കയറിയത്, പിന്നെയും കല്യാണമൊക്കെ കഴിഞ്ഞ് മേമയുടെ മകൻ്റെ കല്യാണത്തിന് ചെന്നൈയിലേക്ക് പോകുമ്പോഴാട്ടോ ആദ്യമായിട്ട് ട്രെയിൻ കയറിയത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. 2 പേർക്കും കൂടി ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ബർത്തിലാണ് 2 പേരും കൂടി കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാനങ്ങ് വണ്ടടിച്ച് പോയിട്ടോ. അയ്യോ, എന്തൊരു രസമായിരുന്നു. എവിടേതായ കാണാണ്ട് കേട്ടോ, ചെറിയൊരു പൊട്ട് പോലെ കാണാണ്ട്. കാത്തിരുന്ന ആളേനെ അതാ വരുന്നുണ്ട്. അയ്യോ, പതുക്കെ ഇങ്ങനെ വരുമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കേട്ടോ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.